എന്താ രാജലക്ഷ്മി എല്ലാരെയും വിളിപ്പിച്ചിരിക്കുന്നത്? എന്താണ് ഈ മീറ്റിംഗിന്റെ അജണ്ട? എല്ലാവരും വരട്ടെ, പറയാം. മോളിരിക്കെ. സാവിത്രി വരുന്നില്ലേ? സാവിത്രിജിക്ക് ഭയങ്കര തലവേദനയാണെന്ന്. കാര്യം എന്താണെന്ന് പിന്നെ അറിയിച്ചാ മതി എന്ന് പറഞ്ഞു. കണ്ടില്ലേ ധിക്കാരം. പിന്നെ എങ്ങനെയാ ഈ കുടുംബ ഗതി പിടിക്ക? അതെന്തോ ആവട്ടെ. ചില പുകഞ്ഞ കൊള്ളികളെയൊക്കെ എടുത്ത് പുറത്തേക്ക് എറിയേണ്ട നേരം കഴിഞ്ഞു. മുള്ളും മുനയും വെച്ച് സംസാരിക്കാതെ എല്ലാരെയും വിളിച്ചുകൂട്ടി എന്റെ കാര്യം പറയ രാജലക്ഷ്മി. ഈ കുടുംബത്തില് പൊതുവായി ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് പറയാനാ ഞാൻ എല്ലാവരെയും വിളിപ്പിച്ചത്. എന്താ അമ്മയത്? അമ്മ പറയ്. ഇത് വളരെയേറെ പാരമ്പര്യമുള്ള തറവാടാ. ഇതിനകത്ത് ചില അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഉണ്ട്. അത് പാലിക്കാതെ വന്നതിന്റെ കുഴപ്പോ ഇവിടെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാ ചെയ്യേണ്ടെന്ന് അമ്മ വിശദമായിട്ടൊന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. പരദേവതയ്ക്ക് വേണ്ട കർമ്മങ്ങളൊന്നും ഇവിടെ ഇപ്പം ആരും ചെയ്യുന്നില്ല. കൃത്യസമയത്ത് കുളിയില്ല, ജപമില്ല, സന്ധ്യാപ്രാർത്ഥനകളില്ല. പൂജാമുറിയിൽ വിളക്ക് കത്തിക്കുന്നത് തന്നെ ഏതാണ്ട് ഭാരിച്ച കടമ പോലെയായി. അത് അമ്മ വെറുതെ പറയുന്നതാണ്. ചെമ്പകമംഗലത്തെ പൂജാമുറിയില് വെളുപ്പിന് 4 മണിക്ക് വിളക്ക് തെളിയും. അത് കുറെ കാലമായി ഞാൻ തന്നെ ചെയ്യുന്നത്. ഇന്ന് വരെ അതിനൊരു മുടക്കവും വന്നിട്ടില്ല. ഏതായാലും ഇവിടുത്തെ നിത്യപൂജയിൽ വന്നിരിക്കുന്ന പിഴവുകളാ തറവാട്ടിൽ വന്നു ചേർന്നിരിക്കുന്ന ഈ ദോഷങ്ങൾക്കൊക്കെ കാരണം.